ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുളക് ബജിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് ഇപ്പോൾ ഒരു പറമ്പിലൊക്കെ പോകുമ്പോൾ ഈ മുളക് ബജി എല്ലാവരും മേടിച്ച് കഴിക്കുന്നതല്ലേ. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ അതിനെന്താ വേണ്ടത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10 മുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഈ മുളകിനെ ഒന്ന് കഴുകി കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. ആ മുളകിൻ്റെ എരിവൊന്ന് പോയിക്കട്ടെ, അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ട് അതിനകത്ത് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മുളകിൻ്റെ നടു മുറിച്ചിട്ട് വേണം ഈ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഞെട്ടി കളയണമെന്നില്ല, ആ ഞെട്ടിയെടുക്കാൻ നമുക്ക് ഇടാം. അപ്പോൾ നടു മുറിച്ചിട്ട് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് അതിൻ്റെ എരിവൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതങ്ങനെ ചെയ്ത് വയ്ക്കുക. ഒരു 10 മിനിറ്റ് ഒക്കെ ഇങ്ങനെ ഉപ്പ് വെള്ളത്തിൽ കിടന്നോട്ടെ. എന്നിട്ട് നമ്മൾ എടുത്ത് മുളക് ബജിക്കുള്ളത് കലക്കി വെച്ചാൽ മതി. അപ്പോൾ നല്ലോണം ഉപ്പൊക്കെ പിടിച്ച് നമ്മുടെ മുളകിന് എരിവൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് മുളക് ബജിക്കുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടത് കടലമാവാണ്. അത് ഞാനൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുത്തിട്ട് അരിപ്പൊടിയില്ലേ, അതൊരു 2 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അത് നമുക്ക് കളർ കിട്ടാനായിട്ട് അതൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണ്, കായം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പ്. ഇതിട്ടിട്ട് നമ്മൾ മാവ് വെള്ളത്തിൽ കുഴയ്ക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. വലിയ ലൂസാവരുത്. പിന്നെ നമുക്കിത് കുഴയ്ക്കാം. അപ്പോൾ ഇതിൽ കടലമാവ് ഇട്ടു, അരിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ ഇട്ടു, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, ഇനി കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂണ്, അതുപോലെ കായം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കും. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇത്തിരി കട്ടിയിലൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് ബജിക്കുള്ള മാവ് റെഡി ആയിട്ട് ഇത്ര ലൂസ് മതി കേട്ടോ. അതിന് അധികം ലൂസ് വേണ്ട. അപ്പോൾ നമ്മുടെ മുളക് ഇവിടെ 10 മിനിറ്റിൽ മേലെ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് മുളക് ബജി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മുളകുകൾ എടുത്ത് മാവിൽ മുക്കിയിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ട് മുരിച്ചെടുക്കാം. നന്നായി ഒന്ന് മുക്കിയിട്ട് നമുക്ക് 2 ഭാഗം ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നവർക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ഓയിലാണ് കുറച്ചുകൂടി നല്ലത്, ആ മണം കിട്ടാനായിട്ട്.
അപ്പോൾ നമ്മുടെ മിളക് ബജി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം, അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ വരുന്ന എല്ലാ വീഡിയോയിലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് ബൈ.